എപ്പിസോഡ് 10ൻ്റെ പാർട്ട് 2ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റൈലാണെങ്കിൽ കീനിൻ്റെ ബോയ് ഫ്രണ്ട് ആരാന്ന് കണ്ടുപിടിക്കാൻ തൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ പ്ലാൻ അനുസരിച്ച് അവൻ വർക്ക് ചെയ്യുന്നതാണ്. അതായത് അവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ റൂം സർവീസിന് വന്ന പയ്യെന്നുള്ള രീതിയിൽ ആ റൂമിൽ ചെന്ന് നോക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ലവർ ആരാന്ന് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഇപ്പോൾ അവൻ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ മാറി വന്നിട്ടുണ്ട്. സൈഡിൽ ഫടയിൽ ഒളിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റൈൽ ഡോർ നോക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്തിരുന്ന താനോനാണ്. അപ്പോൾ തന്നെ താനോനാണ് കീനിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതേസമയം താനോൻ എന്താ വന്നതെന്ന് വെച്ചപ്പോൾ സാർ റൂം സർവീസിന് വേണ്ടി വന്നതാ, നിങ്ങളല്ലേ വിളിച്ചതെന്ന് വെച്ചപ്പോൾ താനോൻ ഇല്ല ഞാൻ വിളിച്ചില്ലല്ലോ, കീൻ നീ വിളിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അസ്മിൻ കീൻ ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറയാണ്. അതേ ടൈമിന് താനോനാണെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോയതായിരിക്കും തുടങ്ങിയപ്പോൾ സ്റ്റൈൽ ഓക്കെ സാർ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ കീന് സ്റ്റൈലിനെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കാരണം അവനാണെങ്കിൽ അന്ന് ഫടലിനെ സ്റ്റൈലിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ അവരെ അറിയാത്തുള്ള കാര്യമാണ് സ്റ്റൈൽ ഫടലിൻ്റെ ബോയ് ഫ്രണ്ടാണെന്നും കീനിനെ നിരീക്ഷിക്കാനായിട്ടാണ് താനിപ്പോൾ അങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്നും. അതുകൊണ്ട് തന്നെ കീനിപ്പോൾ നേരെ സ്റ്റൈലിന് നേർക്കൊരു തോക്ക് ചൂണ്ടുന്നുണ്ട്. അതേസമയം സ്റ്റൈലാണെങ്കിൽ ഒളിച്ചിരിക്കുന്ന ഫടലിൽ നോക്കിയിട്ട് പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലൊരു ആക്ഷൻ കാണിച്ചിട്ട് നേരെ റൂമിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം അടുത്ത് കാണ്ടിനെ കാണിക്കുമ്പോൾ കാണ്ട് ഇപ്പോഴും അഭിനയിച്ച് ആ ഒരു ലേഡീനെ നോക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം കാണ്ടാണെങ്കിൽ ആ ലേഡിക്ക് ജ്യൂസൊക്കെ എടുക്കാൻ പോയ ടൈമിന് ലില്ലിയാണെങ്കിൽ ആ ലേഡിയോട് സംസാരിച്ചിട്ട് ആ പയ്യൻ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ലില്ലിയാണെങ്കിൽ ഇതുപോലെ ഈ ലേഡിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും ചെയ്തിട്ട് അവരുമായിട്ട് ക്ലോസ് ആവാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അതേസമയം അങ്ങോട്ടേക്ക് ഇവൻ വന്നിട്ട് ഇവർക്ക് ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം ലേഡി നീ എൻ്റെ പേര് വിളിച്ചാൽ മതി, എൻ്റെ പേര് നൂക്ക് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതേപോലെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ലേഡി ഞാൻ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാനിറങ്ങി പോകുന്ന ടൈമിന് ഫസ്റ്റ് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ലില്ലി വേണമെന്ന് പറഞ്ഞ പയ്യനായിരുന്നില്ലല്ലോ വന്നത്, പകരമായിട്ടല്ലേ നമ്മുടെ കാണ്ട് അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ നീ വരണ്ടെന്ന് പറഞ്ഞ് അവനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവനാണെങ്കിൽ ലില്ലിയുടെ സമ്മതമൊന്നും കേൾക്കാൻ നിൽക്കാതെ ഡയറക്റ്റ് ഈ ലേഡി എടുത്ത് വന്നിട്ട് അവരുമായിട്ട് ക്ലോസ് ആയി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ലേഡി ഇപ്പോൾ എഴുന്നേറ്റ് പോയപ്പോൾ ലില്ലി ഞാൻ സമ്മതിക്കാത്തന്നെ നീ കയറി വന്നു, അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അതിനെ വെറുതെ വിടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ ഓക്കെ മാഡം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിന് നീ എനിക്ക് വേറൊരു ഹെൽപ്പും കൂടെ ചെയ്യുക, നിൻ്റെ ഇതേപോലെയുള്ള കുറേ ഫ്രണ്ട്സിനെയും കൂടെ കൊണ്ടുവരണം, ഈ ലേഡിക്കും ഈ ലേഡിയുടെ ഫ്രണ്ട്സിനും കൂടെ ആയിട്ട്. കാരണം ഈ വരുന്ന ദിവസം ആ ലേഡിയുടെ ബർത്ത്ഡേ ആണ്, അന്ന് കുറേ ബോയ്സിനെ കൊണ്ടുവരണം, എന്നാൽ കൊണ്ടുവരുന്ന നിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സുന്ദരന്മാരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അതിനെന്താ മാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സുന്ദരന്മാരാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവൻ്റെ അടുത്ത് നിനക്ക് ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ഇഷ്ടം എന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ എനിക്ക് ആണുങ്ങളെ ഇഷ്ടം, പക്ഷേ ഇതെൻ്റെ വർക്കല്ലേ, അതുകൊണ്ട് ജെൻഡർ ഒന്നും ഞാൻ നോക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ലില്ലിയാണെങ്കിൽ ആ നന്നായെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അതേ ടൈമിൽ നമ്മുടെ ബൈസനാണെങ്കിൽ സൈഡിൽ ദൂരെ മാറി നിന്നിട്ട് ഗോൾഫ് കളിക്കുന്ന രീതിയിൽ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കാണ്ടാണെങ്കിൽ ബൈസിന് ഒരു ആക്ഷൻ കാണിച്ചിട്ട് അവരുടെ നേരെ സംസാരിക്കാനാണെന്ന് തോന്നുന്നു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം അടുത്ത് വീണ്ടും സ്റ്റൈലിനെ കാണിക്കുമ്പോൾ സ്റ്റൈലിനെ ഇപ്പോൾ കീനാണെങ്കിൽ അവൻ്റെ റൂമിനകത്ത് മുട്ടൂത്തി ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അതേ ടൈമിൽ സ്റ്റൈൽ പിടിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഫടയിൽ മറ്റൊന്നും നോക്കത്തില്ല, നേരെ ചെന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. കീനങ്ങനെ അവൻ്റെ നേർക്ക് തോക്കും ചൂണ്ടിക്കൊണ്ട് നീ വരുന്നതും കാത്തിരിക്കുമായിരുന്നു, വാ വന്ന് കയറിയിട്ട് നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് മുട്ടൂത്തിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫടയിൽ അവൻ്റെ കയ്യിലുള്ള തോക്ക് എടുത്ത് ബെഡിലിട്ട ശേഷം നേരെ ചെന്ന് സ്റ്റൈലിൻ്റെ അടുത്തിരിപ്പുണ്ട്. ഇതേ സമയം കീനാണെങ്കിൽ തോക്ക് ഇവർ രണ്ടിടത്ത് മാറി മാറി ചൂണ്ടിയിട്ട് നീ ഒന്നാണെങ്കിൽ കഴിഞ്ഞാൽ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേസമയം സ്റ്റൈലിലേക്ക് ഒരു കോസ്റ്റിലും ഇല്ലാതിരിക്കുകയാണ്. ഫടയിലാണെങ്കിൽ നീ പേടിക്കണ്ട, ഇവനെ ഷൂട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കീൻ എന്താ ചോദിച്ചാൽ എനിക്ക് ചെയ്യാറിയത്തില്ലെന്നാണോ, നീ എന്നെ ഫോളോ ചെയ്യുന്നതേ എനിക്ക് നേരത്തെ മനസ്സിലായതാ, നീ അറിയാണ്ട് നിൻ്റെ വണ്ടിയിൽ ഞാൻ ഓൾറെഡി ഒരു GPS വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നീ എവിടെ പോയാലും ഇനി ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ ചിരിച്ചുകൊണ്ട് എന്നിട്ടും നിനക്കെതിരോട് കൊല്ലാൻ പറ്റിയില്ലല്ലോ, നീ ഭയങ്കര മോശമായി പണിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം താനോടൊന്നും മനസ്സിലാവാതെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് പിന്നെ പറഞ്ഞുതരാമെന്ന് കീൻ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കീനാണെങ്കിൽ ഞാൻ നിന്നെ ഈ സമയത്തെ കൊല്ലും, കാരണം നീ ഇപ്പോൾ എൻ്റെ സ്ഥലത്താണ് ഉള്ളത്, നിന്നെ കൊന്നു കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലാവും ഞാനാണെങ്കിൽ ഈ വർക്കിൽ നല്ല അടിപൊളിയാണെന്ന്. ഫടയിലപ്പോൾ നീ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ പാരൻസിനെ കൊന്നത് തന്നെ ഈ സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫസ്റ്റ് കീനാണെങ്കിൽ ഷോക്കായിട്ട് അങ്ങനെ സംഭവിക്കത്തില്ല, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ ഒരു കാര്യം നീ മറക്കരുത്, അവർ നമ്മുടെ സ്വന്തം അമ്മയല്ല, അവർ ആക്ച്വലി അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നമ്മൾ അവർ അടിമയായിട്ട് വെച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതാണ്, അവരാണ് നമ്മുടെ പാരൻസിനെ കൊന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈമിന് പെട്ടെന്ന് സ്റ്റൈലാണെങ്കിൽ കീനിനെ അറ്റാക്ക് ചെയ്തിട്ട് അവൻ്റെ ഉള്ള തോക്ക് പിടിച്ച് വാങ്ങുന്നുണ്ട്. അവിടെ ബെഡിൽ ഫടയിൽ വെച്ച് ആ ഒരു തോക്ക് ഫടയിലും പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ താനോണ്ടും കീനിന് നേർക്ക് ഇവർ രണ്ട് തോക്കും ചൂട്ടി നിൽക്കുന്നുണ്ട്. അതേസമയം കീന് എൻ്റെ ബോയ് ഫ്രണ്ടിനൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നീ പറഞ്ഞില്ലേ അവരാണ് നമ്മുടെ പാരൻസിനെ കൊന്നതെന്ന്, എനിക്ക് നിന്നോട് ഒരു കാര്യം തുറന്ന് പറയാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഫടയിൽ എന്താണെന്ന് ചോദിക്കുന്ന ടൈമിന് കീനാണെങ്കിൽ നീ നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടായിട്ട് റിലേഷനിലായിരിക്കുന്ന ടൈമിന് നീയാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഒരിക്കൽ വന്നിട്ട് ഞാൻ ഈ ജോലി നിർത്തിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചല്ലോ, അതിൻ്റെ റീസൺ നിനക്ക് ബോയ് ഫ്രണ്ട് ഉള്ളതാണെന്നും അമ്മയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നീയാണെങ്കിൽ ഈ ഒരു ജോലി വിട്ട് പോവാതിരിക്കാനായിട്ട് അമ്മ അവനെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്കും ഫടയിലൊന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോഴാണ് ഫടയിലിന് മനസ്സിലായത് എന്ത് റീസൺ കൊണ്ടാണ് തൻ്റെ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് അവനിട്ട് പോയത്. കാരണം കഴിഞ്ഞ ദിവസം സ്റ്റൈലിനോടും എക്സ് ബോയ് ഫ്രണ്ട് തന്നെ പെട്ടെന്ന് ഇട്ടിട്ട് പോയ സംഭവങ്ങളെല്ലാം ഫടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റൈലിനും മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോയതല്ല.
ആരും തന്നെ അറിയാതെ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ ലില്ലി കൊന്നു കളഞ്ഞതാണെന്ന്. അതേസമയം ഇത് കേട്ട് ഫഡേലാണെങ്കിൽ ഷോക്കായി നിൽക്കുന്നുണ്ട്, സങ്കടമാണ്, ദേഷ്യമാണ്, എല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കീനിൻ്റെ അടുത്ത് നീ എന്താ എന്നോട് നേരത്തെ പറയാതെന്ന് നോക്കുന്ന ടൈമിന് അമ്മയെ എൻ്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവരെന്നെ കൊന്നു കളഞ്ഞേനെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് എന്തോ ആലോചിച്ചിട്ട് ശരി നമുക്കൊരു ഡീല് വയ്ക്കാം, അമ്മയുടെ കാര്യത്തിൽ തീരുമാനമാക്കാനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യ്, പകരമായിട്ട് നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ജീവൻ ഞാൻ വെറുതെ വിട്ടേക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കീനി എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ അത് നീ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും, നിൻ്റെ ബോയ് ഫ്രണ്ടിനാണോ നിൻ്റെ അമ്മേനെയാണോ നിനക്ക് കൂടുതൽ ഇഷ്ടം, അത് നീ തന്നെ ആലോചിക്കുക, എന്നിട്ട് നീ തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് സ്റ്റൈലും പിന്നെ ഫഡലും അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുമ്പോൾ താനോനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് സ്റ്റൈലാണെങ്കിൽ കീനെ ഒരു ചവിട്ടും കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഈ ചവിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കടയിൽ വെച്ച് എന്നെ ഷൂട്ട് ചെയ്തതിനാണെന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ പോവുകയാണ്. കീനാണെങ്കിൽ എന്ത് ചെയ്തിട്ട് നല്ല ടെൻഷനിലിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത് കാണിനെയും ബൈസിനെയും കാണി. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണ്ട് അതുപോലെ വേഷം മാറി പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനാണെങ്കിൽ ആ ലേഡി വിശ്വസിച്ചിട്ടുണ്ട്. ഇതിലൂടെ ലില്ലിയുമായിട്ട് ക്ലോസ് ആവാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്ലാൻ ഈസിയായിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഈ സമയം ബൈസനാണെങ്കിൽ നീ ഇത്രയും ചെയ്തു തന്നില്ലേ, താങ്ക് യു, പക്ഷേ ഇനി വേണമെന്നില്ല, ഞാനും ഫഡലും ബാക്കി കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ കാണ്ട് അത് പറ്റത്തില്ല, ഞാൻ നിന്നെ എൻഡിങ് വരെ ഹെൽപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ നീയും കൂടെ ഒന്നിച്ചൊരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ ഇവനെ നോക്കി നിന്നിട്ട് നീ എന്നെ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ കാണ്ട് അവന് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു മാല ഇപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആ മാല അന്ന് കാണ്ട് അവനെ പറ്റിച്ചെന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവൻ കാണ്ടിനെ മറ്റേ ബോട്ടിൽ നിർത്തിയിട്ട് വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞതായിരുന്നു. എന്നാൽ കാണ്ടിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്ന ടൈമിന് തന്നെ ഇവനും ആ ഒരു മാല തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം കാണ്ടിൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞിട്ട് ആ മാല തനിക്ക് ഇട്ട് തരാൻ പറയുന്നുണ്ട്. അങ്ങനെ കാണ്ടാണെങ്കിൽ ആ ഒരു മാല അവന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും ജാക്കിൻ്റെ റോസിൻ്റെ ഒക്കെ റൊമാൻറ്റിക് കഥയൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഇരിക്കുന്നുണ്ട്. ഇവരും കുറച്ചൊന്ന് റൊമാൻറ്റിക് ആവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെയാണ് കാണിക്കുന്നത് ഫഡേലിനെയാണ്. ഫഡേലിൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ ഇട്ടിട്ട് പോകാനുള്ള റീസൺ ഇപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരിടത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുവാണ്. അതേസമയം ഇത് കണ്ടോട് സ്റ്റൈൽ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സ്റ്റൈൽ അവൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് അവൻ എന്നെ ഇട്ടിട്ട് പോയത് ഞാനാണെങ്കിൽ ആരെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ പേടിച്ചിട്ടായിരിക്കും എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ആരുമായിട്ട് ക്ലോസ് ആവാത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്തുകൊണ്ട് എന്നെ ഇത്ര അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്, പക്ഷേ നിനക്കിപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലായില്ലേ, അപ്പോൾ നീ വിഷമിക്കാതിരിക്കാൻ പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ പക്ഷേ ഞാൻ അവനുമായിട്ട് ക്ലോസ് ആവാതിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ജോലി ക്വിറ്റ് ചെയ്യണതിനെ പറ്റി അമ്മയോട് സംസാരിക്കാതിരുന്നെങ്കിൽ എനിക്ക് അവന് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കത്തില്ലായിരുന്നു, അവൻ മരിച്ചു പോകത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ നീ അതോർത്ത് കുറ്റബോധപ്പെടരുത്, അവനെ കൊന്നത് നീയല്ല ലില്ലിയാണ്, നിനക്ക് ഇനിയും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരുടെ അടുത്തുമായിട്ട് ക്ലോസ് ആവാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ സ്റ്റൈൽ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തതെന്ന്, നീ എന്നെ സ്നേഹിച്ചാൽ അവസാനം നിൻ്റെ അവസ്ഥയും മരിക്കുന്നത് തന്നെ ആയിരിക്കും, അതുകൊണ്ട് എന്നെ വിട്ട് പൊക്കോ, നീ എന്നെയിട്ട് പോകുന്നതിന് ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സങ്കടം തോന്നി എനിക്കൊന്നും സംഭവിക്കത്തില്ല, നീ പൊക്കോളാനായിട്ട് പറയാണ്. ആ സമയം സ്റ്റൈൽ ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല, നീ എന്താ ഉദ്ദേശിച്ച് എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകുന്നു, ലവ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോരാടി എല്ലാം കടന്ന് അവസാനം ഒരുമിച്ച് ജീവിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോകത്തില്ല, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, എനിക്കഥവാ നിന്നെ വിട്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ ആരാണ്, നിൻ്റെ ജോലി എന്താണെന്ന് അറിയുന്ന ആ സമയത്തെ ഞാൻ ഇട്ടിട്ട് പോയേനെ, പക്ഷേ അല്ല ഞാൻ ഇട്ടിട്ട് പോകത്തില്ല, എനിക്കിതിനെ ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ ആരാണ്, നീ എന്താണ്, നിൻ്റെ ജോലി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്, അതുകൊണ്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് അവനൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പടയിൽ കരയുമ്പോഴൊക്കെ അവൻ സമാധാനിപ്പിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നവരെ ബൈ.